Hi students, welcome to LM Thing. Today we are going to study a new unit, new chapter. That is chapter 11. That is last chapter of the text. Statistics. അതിൻ്റെ അത് നമ്മൾ പഠിക്കാൻ പോകുന്ന 11ാമത്തെ യൂണിറ്റ് സ്ഥിതിവിവര കണക്ക്. സ്റ്റാറ്റിസ്റ്റിക്സിന് സ്ഥിതിവിവര കണക്കെന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് മീൻ ആൻഡ് മീഡിയൻ, മധ്യമവുമേ ഉള്ളൂ. ഇത് രണ്ടും മാത്രം പഠിച്ചാൽ മതി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ 3 ശരാശരികൾ ഉണ്ടായിരുന്നു: മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇപ്പം മോഡ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ മോഡില്ല, മീൻ ആൻഡ് മീഡിയൻ. അപ്പോൾ ഇതെല്ലാം ശരാശരി. ശരാശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ശരാശരി എന്ന് പറഞ്ഞാൽ. ഏകദേശം നടുവിലത്തേനോട് അടുപ്പിച്ചുള്ള ഒരു സംഖ്യയാണ് ശരാശരി എന്ന് പറയുന്നത്. ഇപ്പം 10 ഉണ്ടെങ്കിൽ 10നോട് നടുക്ക് ഏകദേശം വരുന്നതാണ് ശരാശരി. അതായത് മീൻ കാണാൻ നമുക്ക് മീൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ ഒബ്സർവേഷൻസ് ബൈ number of observations. Sum of the observations divided by number of observations. ഇതാണ് മീൻ ഈക്വൽ സം ബൈ നമ്പർ. ഇപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആഡ് ചെയ്യുമ്പം 192,850 വരും. ബൈ 10 192,850. അതായത് മാസ വരുമാനം ഏകദേശം 19,285 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 19,285. നോക്കിക്കേ, ഏകദേശം അതിൽ കുറവുണ്ട്, കൂടുതലും ഉണ്ട്. ഇത് ഏകദേശം നടുക്ക് വരുന്ന, ഇവിടെ ഒരു 0 വിട്ടുപോയി. ഇവിടെ നോക്കിക്കേ, ഇത് കുറവല്ലേ? ഏതൊക്കെയാണ് കുറവ്? ഇത് കുറവല്ലേ? ഇത് കുറവല്ലേ? ഇത് കുറവല്ലേ? ഇത് കുറവല്ലേ? അപ്പം 5 എണ്ണം കുറവും 5 എണ്ണം ഇതിനേക്കാൾ കൂടുതലുമാണ്. അതാണ് നമ്മൾ ഈ ശരാശരി മീൻ എന്ന് പറയുന്നത്. പക്ഷേ മീൻ അല്ലെങ്കിൽ മാധ്യം എപ്പോഴും പ്രായോഗികമല്ല. ഇപ്പോൾ ഒരാളുടെ വരുമാനം ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ നമുക്ക് മീൻ കാണുമ്പോൾ അത് ശരിയായ മീനല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 10 രൂപയുടെ കൂടെ ഒരാളുടെ വരുമാനം ഇപ്പോൾ 17,500 അല്ലേ? 1,00,000 മേലെ 1,75,000 വരുന്നെന്ന് കരുതുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മീൻ കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സം ബൈ നമ്പർ എത്രയാവും? 11 ആവും അല്ലേ? അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 33,000. ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 441 വരും. ഇപ്പൊ നോക്കിക്കേ, 33,441 എത്ര പേർക്കുണ്ട്? ഒരാളുടെ വരുമാനം ഒരുപാട് കൂടി ബാക്കിയുള്ളവരുടെ വരുമാനമൊക്കെ ഏകദേശം എന്താണ് ഇതിനോട് അടുപ്പിച്ചുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് മീൻ ശരിയായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ ആൻസർ എന്ന് പറയുന്നത് തെറ്റാണ്. ശരിക്കും മീൻ ഇതല്ല കിട്ടേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ശരാശരിയുടെ ആശ്രയം തേടേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് മീൻ ശരിയാകത്തില്ലെങ്കിൽ അടുത്തത് മീഡിയൻ ഉണ്ടല്ലോ. നമുക്ക് മീഡിയൻ എന്താണെന്ന് പഠിക്കാം. മീഡിയൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിൻ്റെ എല്ലാം ഒബ്സർവേഷൻ ഇങ്ങനെ കണ്ടിട്ട് മീൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഐറ്റം എന്ന് അർത്ഥം, മധ്യത്തിലുള്ളത്. അപ്പോൾ ഈ മീഡിയൻ കാണണമെങ്കിൽ ഇങ്ങനെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ നടുക്കുള്ള പദം അല്ലെങ്കിൽ നടുക്കുള്ള ഡേറ്റ എടുത്ത് കണ്ടുപിടിച്ചാൽ മാത്രം പോരെ. ഇതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. ചെറുതിൽ നിന്ന് വലുതോട്ടോ അല്ല വലുതിൽ നിന്ന് ചെറുതിലോട്ടോ പോകുന്ന രീതിയിൽ എഴുതിയിട്ട് നടുക്കുള്ളത് ആരാണോ അതാണ് മീഡിയൻ. മീഡിയൻ ഈക്വൽസ് മിഡിൽ ഐറ്റം അല്ലെങ്കിൽ മിഡിൽ ഡേറ്റ എന്ന് പറയാം. മിഡിൽ ഡേറ്റ ഓർ മിഡിൽ ഐറ്റം. അതായത് if the observations are written in ascending or descending order, middle item is the median. അപ്പോൾ മിഡിൽ ഈവൺ നമ്പർ ആണെങ്കിൽ ഒറ്റ സംഖ്യ ആകുമ്പോഴല്ലേ നമുക്ക് നടുക്ക് ഒരാൾ വരത്തുള്ളൂ. അപ്പം മിഡിൽ ഈവൺ നമ്പർ ആണ് ഒബ്സർവേഷൻസിൻ്റെ എണ്ണം എങ്കിൽ
നടുക്ക് എത്ര പേര് വരെ? 2 പേര് വരും അല്ലേ? ആ രണ്ടിൻ്റെയും കൂടെ ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുക? മീഡിയൻ കിട്ടുക. അപ്പം മീഡിയൻ ആണ് ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ശരാശരി. മീനിനെ കാട്ടി കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ് മീഡിയൻ. ഈ കണക്കിൽ തന്നെ മീഡിയൻ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നോക്കിക്കേ, ഏകദേശം ഇതിനോട് അടുപ്പിച്ച് ഉള്ള സംഖ്യ ആയിരിക്കും. നമുക്ക് നോക്കാം. ഇതിന് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പം നമുക്ക് ഇത് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത് ഏറ്റവും ചെറുത് ഏതാ? 16500 അല്ലേ? അപ്പം അങ്ങനെ എഴുതി നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് 19,050 എന്ന് കിട്ടും. 19,000 10 പേരുടെയാണ്, 11 പേരുടെ ഇല്ല, 10 പേരുടെ ആണ്. ഇതിനെ ഒഴിവാക്കിയിട്ടാണ്. അപ്പം നമുക്ക് എന്താ കിട്ടുക? 19,050 എന്ന് കിട്ടി. നോക്കേ, ഏകദേശം അടുത്തുള്ള വിലയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം മീൻ മീഡിയൻ ഒക്കെ ചെറിയൊരു വ്യത്യാസമേ കാണത്തുള്ളൂ. അപ്പം മീൻ മനസ്സിലായല്ലോ, മീഡിയൻ മനസ്സിലായല്ലോ. പിന്നെ ഈ രീതിയിലല്ലാതെ വേറൊരു രീതിയിലുണ്ട്. ഫ്രീക്വൻസി ആയിട്ട് തരുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആവർത്തനം. 16,500 2 3 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടേബിൾ ആക്കി 16,500 2, 21,700 4 അങ്ങനെ എഴുതി അത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞിട്ട് മൊത്തം അതിൻ്റെ തുക കണ്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതാണ് എണ്ണം എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീക്വൻസിയോട് എടുക്കും. അപ്പം അങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ നല്ലപോലെ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. That we will do tomorrow. Okay, bye.